പ്രിയപ്പെട്ട യാത്രക്കാരെ, ഞാൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ 3 സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആന്ധ്രയിലെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്. ബേലം കേവ്, നവാബ് പാലസ്, ഗണ്ടിക്കോട്ട ഇവയാണ് പ്രധാനമായും വീഡിയോയിൽ പരിചയപ്പെടുവാൻ പോകുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. വൈകിട്ട് 4:30 ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നത്. ഈ ട്രെയിൻ എല്ലാ ദിവസവും ഉള്ളതാണ്. 15 മണിക്കൂർ യാത്രാ സമയമാണ് താടിപത്രി സ്റ്റേഷനിലേക്ക് ഉള്ളത്. ഈ സ്റ്റേഷനിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. വിൻഡോ സീറ്റ് ലഭിച്ചതിനാൽ മനോഹരമായ ജാലക കാഴ്ചകൾ കാണുവാൻ കഴിഞ്ഞു. വറ്റിവരണ്ട പുഴകളും അതിമനോഹരങ്ങളായ കുന്നുകളും താഴ്വാരങ്ങളും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ആന്ധ്രയിലെ സ്പെഷ്യൽ നേന്ത്രവാഴ കൃഷിയും കപ്പലണ്ടി, കടല, ചോളം, പരുത്തിക്കുരു അങ്ങനെ സകലതരം കൃഷികളും ആന്ധ്രയിലെ ജനങ്ങളുടെ അധ്വാനശീലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. കൃഷി ചെയ്യാത്ത ഇടങ്ങളിൽ ആകട്ടെ ഗ്രാനൈറ്റ് പാറകളിൽ നിന്നും ഗ്രാനൈറ്റ് പാളികളാക്കി വെട്ടിയെടുത്ത് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളും മനോഹരമാണ്. ആന്ധ്രയുടെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. 4 ദിവസത്തെ ആന്ധ്രയിലെ എൻ്റെ സന്ദർശനത്തിലൂടെ വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന കൃഷി രീതികളാണ് ആന്ധ്രയിൽ ഉള്ളത്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ വളരെ മോശം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ്. ജനങ്ങൾ പൊതു ഇടങ്ങൾ കക്കൂസ് ആയി ഉപയോഗിക്കുന്നു. പലരും വീടിനു പുറത്തു വെച്ചാണ് കുളിക്കുന്നതും അലക്കുന്നതും പാത്രം കഴുകുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും എല്ലാം. അതിനാൽ ഉൾനാടൻ ഗ്രാമങ്ങൾ എപ്പോഴും വൃത്തിഹീനമാണ്. ഒട്ടും വൃത്തിയില്ലാത്ത പൊതു ഇടങ്ങളിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിനാൽ കാട്ടുപന്നികളെ യഥേഷ്ടം കാണുവാൻ കഴിയും. ഭാവിയിൽ ആന്ധ്രാപ്രദേശിൽ വൃത്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം മിക്ക വീടുകളിലെയും മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഫീസ് കൊടുത്തു പഠിക്കുന്ന സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുവാൻ വിടുന്ന മാതാപിതാക്കളും നിരവധിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ഉപയോഗപ്പെടുത്തി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആഴമേറിയ പഠനം ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ ഉള്ളത് വർഷങ്ങളായി തുടർന്നു പോരുന്ന കൃഷികളും ഗ്രാനൈറ്റ് ഫാക്ടറികളും സിമന്റ് നിർമ്മാണ കമ്പനികളും ഒക്കെയാണ്. അതേസമയം ടൂറിസത്തിലൂടെ വരുമാനം നേടണം, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ചിന്തയെ ആന്ധ്ര സർക്കാരിന് ഇല്ല. ആയിരക്കണക്കിന് ഏക്കർ തരിശുഭൂമി കൃഷിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയാതെ കിടക്കുകയാണ്. അത്തരം ഭൂമികളിൽ എന്ത് പ്രൊജക്റ്റ് ചെയ്യുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ നദികൾ, എല്ലാ നദികളും മണൽ വന്ന് അടിഞ്ഞുകൂടി ഒഴുക്ക് നിലച്ചുപോയ അവസ്ഥയിൽ ആണ് ഉള്ളത്. ഒരു നദിയിൽ ആ നദിയുടെ അടുത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ മൃതദേഹം അടക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതായി കണ്ടു. അതിൽ ഒത്തിരി ശവശരീരങ്ങൾ മുമ്പ് അടക്കം ചെയ്തിട്ടുള്ളതായി കാണുവാൻ കഴിയും. കാര്യം നദിയാണ്, പക്ഷേ മണ്ണ് വന്ന് മൂടിയ ഭാഗത്താണ് മൃതശരീരങ്ങൾ മറവു ചെയ്യുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും മണൽ നദിയുടെ പകുതി വരെയും അടിഞ്ഞുകൂടുവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നദികളുടെ പുനരുജ്ജീവനം ആന്ധ്രയിൽ ആവശ്യമാണ്. ഏറ്റവും കൗതുകമായി എനിക്ക് തോന്നിയ പ്രധാന കാര്യം എക്സ്പ്രസ് ബസ്സുകൾ ഒഴികെ മറ്റെല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് ആന്ധ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ആധാർ കാർഡോ മറ്റു തിരിച്ചറിയൽ രേഖയോ നൽകിയാൽ മതിയാകും. കൃഷി ആവശ്യത്തിനായി സൗജന്യ വൈദ്യുതി,
വളം കീടനാശിനി സബ്സിഡി, നികുതി ഒഴിവാക്കൽ, അങ്ങനെ കൃഷിയെയും കൃഷിക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന പലതരത്തിലുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ 4ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ് ഇന്ന് ഉള്ളത്. ട്രെയിൻ രാവിലെ 7:30 ആന്ധ്രാപ്രദേശിലെ താഡിപത്രി സ്റ്റേഷനിൽ എത്തി. രാവിലെ സമയം ആയതിനാൽ നിരവധി ഓട്ടോക്കാർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ യാത്രക്കാരെ കാത്ത് നിൽപ്പുണ്ട്. താഡിപത്രി ബസ് സ്റ്റാൻഡിലേക്ക് 2.5 കിലോമീറ്റർ ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉള്ളത്. മിനിമം ചാർജായ 30 രൂപയാണ് ഇവിടെ വരെയുള്ള ഓട്ടോയുടെ ചാർജ്. പക്ഷേ ഓട്ടോയിൽ നാം കയറിയാൽ ഉടനെ ഓട്ടോ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോകും എന്ന് ആരും കരുതരുത്. ഒരു ഓട്ടോയിൽ മാക്സിമം കൊള്ളാവുന്ന യാത്രക്കാർ ആയാലേ ഓട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുക്കുകയുള്ളൂ. ഓട്ടോയുടെ ബാക്കിൽ താഴോട്ട് കാലിട്ട് തിരിഞ്ഞ് ഇരിക്കുവാനായി 3 പേര്, ഓട്ടോയുടെ അകത്ത് 4 പേര്, ഡ്രൈവറുടെ ഇടതും വലതും ഓരോരുത്തർ വീതം, ഇങ്ങനെ 9 യാത്രക്കാരും ഡ്രൈവറും ഉൾപ്പെടെ 10 പേർ തികയണം ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും എടുക്കുവാനായിട്ട്. 9 പേരും 30 രൂപ വെച്ച് ഡ്രൈവർക്ക് കൊടുക്കണം. ഫലത്തിൽ 30 രൂപയുടെ ഓട്ടത്തിന് ഡ്രൈവർക്ക് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ 270 രൂപ കിട്ടും. ഈ പരിപാടി എനിക്ക് ഇഷ്ടമായി തോന്നി. താഡിപത്രി ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഇറങ്ങി താഡിപത്രിയിൽ നിന്നും ബേലം കേവിലേക്കുള്ള ബസ്സിനെ കുറിച്ച് അവിടെ ബസ് അനൗൺസ്മെന്റ് നടത്തുന്ന ഗവൺമെന്റ് ജീവനക്കാരനോട് ഞാൻ ചോദിച്ചു. ആന്ധ്രയിലെ ബസ് സർവീസ് എല്ലാതും ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സർവീസുകൾ ആണ്. ആന്ധ്രയിൽ തെലുങ്ക് ആണ് പ്രധാന ഭാഷ. ഹിന്ദിയും ഇംഗ്ലീഷും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ബസ്സിന്റെ സമയം 8:30 ആണെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചു. 8:30 ബസ്സിൽ കയറി. ബേലം കേവിലേക്ക് 70 രൂപയാണ് ബസ് ടിക്കറ്റ് നിരക്ക്. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ യാത്രയിൽ ഉടനീളം കാണുവാൻ കഴിഞ്ഞു. സൂര്യകാന്തി പാടവും നെൽകൃഷിയും ചോളവും അങ്ങനെ ഒത്തിരി കൃഷി രീതികൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. 9:45 ബേലം കേവ് എന്ന ബോർഡ് വെച്ച പ്രധാന ഗേറ്റിൽ ബസ് എത്തി. വളരെ നല്ല കാലാവസ്ഥയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനായി റോഡിൻ്റെ എതിർവശത്തുള്ള ചെറിയ ഹോട്ടലിൽ കയറി. വളരെ മാന്യമായ പെരുമാറ്റം. 3 ഇഡ്ഡലിയും സാമ്പാറും ഒരു ചായയും കൂടി ആകെ 40 രൂപ മാത്രമേ ആയുള്ളൂ. ശേഷം വിശേഷങ്ങളും ബേലം ഗുഹയിലെ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. ഏവർക്കും നന്ദി. എല്ലാവരും തന്നെ സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ യാത്രകളിൽ ഒപ്പം ചേരുമല്ലോ.